നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM ആയിട്ടുള്ള നവീൻ ബാബു, ഈ പേര് നമ്മൾ മലയാളികൾ ഒരു കാലത്തും മറക്കില്ല. മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു വാർത്ത ഇപ്പോൾ നമുക്ക് അത് കാണാനില്ല എന്നുള്ളത് ഒരു സത്യം മാത്രം. പക്ഷേ അത് മറക്കാൻ, അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ മരണം അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കാത്തത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തന്നെയാണ്. നഷ്ടം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒക്ടോബർ 15 ഒരു വർഷം കഴിഞ്ഞു നവീൻ ബാബുവിൻ്റെ മരണം സംഭവിച്ചിട്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കോലാഹലങ്ങളും പല രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടു. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതികളെന്ന് സംശയിക്കുന്ന PP ദിവ്യക്കെതിരെയും പ്രശാന്തിനെതിരെയും ഇപ്പോൾ മാനനഷ്ട കേസ് അത് ഫയൽ ചെയ്തിരിക്കുകയാണ്. അത് നവംബർ 11 കോടതി പരിഗണിക്കുന്നത്. 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം കോടതിയിലെത്തിയിരിക്കുന്നത്. എനിക്ക് PP ദിവ്യയുടെ കാര്യം പറയുമ്പോഴേ ഏതെങ്കിലും നമ്മളൊക്കെ ഒരു തെറ്റ് ചെയ്തു എന്ന് നമുക്കൊരു സ്വയബോധ്യം ഉണ്ടാകുമ്പോൾ, മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരുവാണെങ്കിൽ, നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുമ്പോൾ എവിടെയോ എനിക്ക് പറ്റിപ്പോയി എന്നൊരു ചിന്ത ഒരു പക്ഷേ ചില നന്മയുള്ള ആൾക്കാർക്കുണ്ടാവും. അശേഷമില്ലാത്ത ഒരു CPM നേതാവാണ് PP ദിവ്യ എന്ന് എനിക്ക് അടിവരയിട്ട് പറയേണ്ടി വരും. ഒരു തെറ്റ് ചെയ്തു, ഒരു ജീവന് തുല്യമായിട്ട് നിങ്ങൾക്ക് മറ്റൊന്നിനുമില്ല. നിങ്ങൾക്ക് അധികാരമില്ല ഒരു ജീവൻ എടുക്കാനോ ഒന്നും അധികാരമില്ലാത്ത നിങ്ങൾ ഒരാളുടെ ജീവനെ എടുക്കത്തക്ക രീതിയിൽ നയിക്കാനുള്ള കാരണം നിങ്ങളാണ് എന്നുള്ളൊരു മനസ്സാക്ഷി കുത്തുപോലും ഇല്ലാത്തൊരു ദിവ്യ. ഇപ്പോൾ ഒക്ടോബർ 27 മുതൽ നവംബർ 2 വരെ ഈ വിജിലൻസിൻ്റെ ബോധവൽക്കരണ വാരം ഇപ്പോൾ ആഘോഷമാക്കിയിരിക്കുകയാണ്. ഇത്രയും വന്നിട്ട് കൂടി PP ദിവ്യ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പോസ്റ്റ് ഇടും. അതും നവീൻ ബാബുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് പോസ്റ്റ് ഇടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പോലും ഒരു ശാന്തത അല്ലെങ്കിൽ ശാന്തി കൊടുക്കാതെ ആ നിലവിൽ ജീവിച്ചിരിക്കുന്ന ആ കുടുംബം, ആ കുഞ്ഞുങ്ങൾ, ഭാര്യ, ഇവർക്ക് പോലും ഒരു മനഃശാന്തി കൊടുക്കാതെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കിടന്നങ്ങ് മെഴുകുകയാണ്. ഒരു CPM നേതാവെന്ന് പറയാൻ പോലും ഒരുപക്ഷെ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടേക്കാണ്. മഞ്ജു വാര്യർ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ വാരാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്ന അതിനെ ഇത് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത്. അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവരും ഉള്ളപ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണ്? ഉദ്യമത്തിന് ആശംസകൾ. ഇവർക്ക് എന്ത് അധികാരമാണുള്ളത് ഇത്തരത്തിൽ ഇവർക്ക് പറയാം? അഴിമതിക്കാരെവിടെയാണ്? ഇവരുടെ ഗ്രൂപ്പിൽ തന്നെയാണുള്ളത്. കൊള്ള, അത് അയ്യപ്പനെ വരെ കട്ടുമുടിച്ച് കൊള്ള നടത്തി ഇനി കടത്തിമേ കടവായി, എന്നിട്ടും പറയാം കടവൊന്നുമില്ല, സംസ്ഥാനം നല്ല ഇതാണെന്ന്. എന്നിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടുവും താങ്ങി അടിമപ്പണിയും ചെയ്ത് പോയി ഷൂ നക്കി PM ശ്രീ പോലുള്ള പദ്ധതിയിലും ഒപ്പിട്ടിട്ട് പറയാന്നേ വെറുതെ എന്തിനെ കളയുന്ന കടത്തിലാണെന്ന്. അന്ന് വെച്ചാൽ അവരുടെ 4ാം വാർഷിക ആഘോഷത്തിൽ പറയാ സംസ്ഥാനം നല്ല ലാഭത്തിലാണ്. പിന്നീട് പറയും വേറെ എന്തെങ്കിലും പദ്ധതി പണം കിട്ടാൻ വേണ്ടിയിട്ട് പറയും കേരളം കളത്തിലാണ്, അതുകൊണ്ട് വാങ്ങിയേ പറ്റും. ഇങ്ങനെ മൊത്തത്തിൽ ജനത്തിനെ വെട്ടിച്ചും തട്ടിച്ചും നടത്തുന്ന ഇവരുടെ നേതാക്കന്മാരല്ലേ ഈ പറയുന്നത് പോലുള്ള അഴിമതിക്കാർ. ഈ PP ദിവ്യ എത്ര തവണയാണ് വിദേശത്ത് പോയിരിക്കുന്നത്? 6 വിദേശയാത്രകൾ നടത്തി. ഒരു സാധാരണ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തിനാണ് ഈ വിദേശയാത്രകൾ നടത്തുന്നത്? ഇതിന്റെ പണം എവിടുന്നാണ്? ഇതിന്റെ സോഴ്സ് എവിടുന്നാണ്? ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. ഇവരാണ് അഴിമതിക്കാര്, ഇവർ തന്നെയാണ്, അല്ലാതെ വേറെ ആരാണ്? വേറെ ഒരാളെ ചൂണ്ടിക്കാണിക്കാനില്ല. ഇപ്പൊ നവീൻ ബാബുവിന്റെ കേസൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ 65 ലക്ഷം രൂപ മാനനഷ്ടം, 65 അല്ല 60 കോടി കൊടുത്താൽ അതിന് നഷ്ടം തികയാൻ പറ്റുമോ? മാനനഷ്ടം അവർ വീണ്ടും കൊടുക്കേണ്ടി. ഇപ്പോഴും അവരുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഈ നേതാവ്. ഇവർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്ന് കരുതി ഇവർ ചെയ്ത തെറ്റില്ലാണ്ടാവുമോ? ഇല്ല. ഈ രാജിവെച്ചിട്ടും ഇവരുടെ ഈ കുത്തലുകൾ മാറുന്നില്ല എന്നുള്ളതാ. ഇത്രയും ഒരു നെറുകെട്ട, നമ്മൾ പറയുന്നതല്ല, ഇതൊക്കെ കമന്റുകൾ വരുന്നത്, ഇത്രയും നെറുകെട്ട ഒരു നേതാവുണ്ടോ എന്നുള്ളതാണ്. എണീച്ചു പോതള്ളേ, ജയിലിൽ കിടന്ന് മതിയായില്ലേ, നിന്റെ പൊളിറ്റിക്കൽ ലൈഫ് തീർന്നു, ഇനി ഏത് ഇലക്ഷൻ നിന്നാലും നീ പൊട്ടും. അതായത് ഈ കമന്റുകളൊക്കെ PP ദിവ്യ അവരുടെ ഇൻബോക്സിലെങ്കിലും അയച്ചു. ഇത് അവരിട്ട പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റുകളാണ്. ഇവരുടെ കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം ജനം ഏത് രീതിയിലാണ് ഇവരെ കാണുന്നതെന്ന്. ആ പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ എടുത്തിട്ടും അദ്ദേഹത്തെ ഉന്നം വെച്ചുള്ള അവരുടെ പോസ്റ്റുകൾ കണ്ടാൽ തന്നെ അറിയാം ഇവരുടെ മാനസികാവസ്ഥ. ഇവരെ പോലുള്ള ആൾക്കാരെ അധികാര കസേരയുടെ 7 അയലത്ത് പോലും വരാതെ പാർട്ടിയും ജനങ്ങളും ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെയുള്ള നവീൻ ബാബുമാരുടെ കുടുംബങ്ങൾ അനാഥമാവാതിരിക്കാൻ ഇല്ല. അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കും ഇവർ ഒരു പാഠമായി തന്നെ തുടരണം. എന്തൊക്കെ പോസ്റ്റ് ചെയ്താലും തള്ളയ്ക്ക് തെറിയാണല്ലോ എന്ന് AKG സെന്ററിലെ പോപ്പ് വിശുദ്ധയായി പ്രഖ്യാപിച്ച PP
പെട്രോൾ പമ്പ് അന്തം കമ്പനി. ഈ പെട്രോൾ പമ്പ് എന്ന് പറയുന്ന സംഗതി അറിയാമോ? ഈ പ്രശാന്തുമായിട്ട് ബന്ധപ്പെട്ട് അല്ല, ഈ പ്രശാന്ത് ആരാണ്? ഈ പ്രശാന്ത് ഒരു സാധാരണക്കാരൻ. അയാൾക്ക് എവിടെയാണ് ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള ഇതിപ്പോൾ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ കോടതിയിൽ ഇത് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം കൊടുത്തിട്ടുണ്ട്. അയാൾ ആരുടെ ബിനാമിയാണ്? അപ്പൊ ആർക്കോ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നവീൻ ബാബു ഒപ്പിട്ട് കൊടുക്കാത്തതിന്റെ കഴപ്പെല്ലാം കൂടെ കൊണ്ടുവന്ന് തീർത്തു കൊടുത്തു. അതല്ലേ ഇപ്പൊ ചെയ്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് കേൾക്കുമ്പോൾ എൻ്റെ നല്ല ഭാഷ അങ്ങ് മാറിപ്പോവുകയാണ് കൃഷ്ണൻ. നമ്മുടെ ചർച്ചയാണ്, എന്നാൽ ഇവരുടെ ഇതിനൊന്നും നല്ല ഭാഷ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത സത്യസന്ധയായ പി ദിവ്യ, ഇവളെയൊന്നും ഇനിയൊരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കരുത്. നുണ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും സത്യം സത്യമായി നിൽക്കും. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഇങ്ങനെ റവന്യൂ മന്ത്രി കെ രാജേന്ദ്രൻ്റെ തെറ്റായ നിലപാടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി സെൽഫ് ട്രോൾ ഇടാനും തുടങ്ങിയോ. അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കാനുള്ള അവസരമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഫയൽ ചെയ്ത ഈ കേസ് ഉപകരിക്കുള്ളൂ എന്ന് തന്നെ വിശ്വസിക്കുന്നു. അദ്ദേഹം കൈക്കൂലി വാങ്ങിയില്ലോ എന്നുള്ള ഇപ്പൊ കോടതി വിളിപ്പിച്ചിരിക്കുകയാണ്. ഇനി നവംബർ 11 ഈ പ്രശാന്തും പി ദിവ്യയും ഹാജരാകണം എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക ആ കേസിൽ. അതായത് ഇദ്ദേഹം ചെങ്ങന്നൂരിൽ എത്തേണ്ടുന്ന അദ്ദേഹം എവിടേക്കാണ്? പള്ളിക്കുന്നിലല്ലേ അദ്ദേഹം മരിച്ചത്? പള്ളിക്കുന്നിൽ പോയി ആത്മഹത്യ ചെയ്തു. അന്നത്തെ രാവിലെ ഇവരെയോ ഈ പറയുന്ന കളക്ടറെയോ അവര് ഈ ഒരു ഇതില്ലാതെ ക്ഷണിച്ചിട്ടില്ല. ഇനി പ്രശാന്ത് പറയുന്നു ഇത് CM ഓഫീസിൽ പരാതി നൽകി ഇദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചത്. അതില്ല എന്നുള്ളത് CM ഓഫീസിൽ നിന്ന് വരെ വന്നിരിക്കുക. ഇവരെ എന്തുകൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാർട്ടി രാജിവെപ്പിച്ചത്? എന്തുകൊണ്ടാണ്? അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പാർട്ടിക്ക് പോലും, സ്വന്തം പാർട്ടിക്ക് പോലും തോന്നിയത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM അങ്ങനെയൊന്നും ചെയ്യാത്തതാണ്. അവർ ഏത് അഴിമതിക്കാരെയും ഏത് ലൈംഗിക ആരോപണ വിധേയരെയും മന്ത്രിയാക്കി കൊണ്ടുവന്ന് തലേ കയറ്റിക്കൊണ്ട് നടക്കുന്ന പാർട്ടിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പി ദിവ്യയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടി രാജിവെച്ച് പുറത്തു പോകുമെന്ന് പറയുന്നത്? അവർക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഈ പ്രശാന്തും ദിവ്യയും കൂടെ ചേർന്നുള്ള ഒത്തുകളി എന്നുള്ള രീതിയിലല്ലേ വരുന്നേ. മാത്രമല്ല നവീൻ ബാബുവിന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ അദ്ദേഹം ഒരു കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട്, വിജിലൻസിന്റെ റിപ്പോർട്ട്, ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹാജരാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ കോടതിയിൽ ഹാജർ ചെയ്ത് 8 നില പൊട്ടി അങ്ങേയറ്റം മറ്റേ ജയിലിലോട്ട് പോവാൻ കാത്തിരിക്കുന്നവരാണ് വീണ്ടും അഴിമതി ഒന്നും കൂടെ നമുക്ക് ആ പോസ്റ്റ് വയ്ക്കാം. അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവര് അഴിമതിക്കാരെ. എന്തൊരു അഴിമതിരഹിത സ്ത്രീയാണ് ഇവര്. ഒരു പാവം പിടിച്ച ഒരു മനുഷ്യനെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അതിന് വേണ്ടിയിട്ടുള്ള വാക്കുകൊണ്ട് അങ്ങ് അമ്മാനെ മാടിയിട്ട് ആ മനുഷ്യന്റെ ജീവിതവും തൊലച്ചിട്ട് കുടുംബവും നശിപ്പിച്ചിട്ട് ഇരുന്നുകൊണ്ട് പറയാം അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നത് ഇപ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണെന്ന്. ആ പോസ്റ്റിന്റെ താഴ്ഭാഗം ഞാൻ വിചാരിച്ചു പി ദിവ്യയ്ക്ക് എങ്കിലും ഇപ്പൊ ഏകദേശം ഇവർക്ക് ഉള്ള 159K ഫോളോവേഴ്സ് ആണുള്ളത്. ഞാൻ വിചാരിച്ചു അത്രയും ഫോളോവേഴ്സ് ഇവരെ ഇത്രയും ആരാധിക്കുന്ന അല്ലെങ്കിൽ ഈ ഇത്രയും പേര് എങ്ങനെ വന്ന് ഇതിനകത്ത് ചീത്ത വിളിക്കാൻ ഫോളോയും ചെയ്ത് ഇവർ എന്തെടുത്തും അപ്പോഴും പോയി കമന്റ് ഇടാൻ. ഇതൊങ്കിലും ഒന്ന് എടുത്തു വെച്ച് നോക്കും. നിങ്ങളിപ്പം നമ്മൾ ഈ ചാനലിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവർക്കെതിരായിട്ട് പോസ്റ്റ് വരും. സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റുകളെങ്കിലും ദയവായി പി ദിവ്യ ഒന്ന് വായിച്ചിട്ട് ഇനി എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് നമ്മുടെ മനസാക്ഷിക്ക് ഒരു ബോധ്യം വരുന്ന സമയത്തെങ്കിലും സ്വന്തം മനസാക്ഷിയോടെങ്കിലും ചോദിച്ചിട്ട് ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ ഇനിയെങ്കിലും പഠിക്കുക. ഈ പറയുന്നത് പോലെ അന്ന് വീട്ടിൽ പോകേണ്ടത് അദ്ദേഹമാണ് പോയി ഈ പറയുന്ന ഇത് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പ്രശാന്ത് 3-4 തവണ പോയി. അങ്ങനെയെങ്കിൽ CCTV ഫുട്ടേജുകൾ എന്ത് ചെയ്യണം? എന്നിട്ട് ഇതേ പി ദിവ്യ ഇത്രയും വലിയ ആള് ഈ പ്രശാന്തിന്റെ ഈ വിഷയം അറിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് വിജിലൻസിന് പരാതി കൊടുത്ത? വിജിലൻസ് അന്ന് കൈയോടെ വന്ന് പൊക്കത്തില്ലായിരുന്നു. പ്രശാന്തിന് വിജിലൻസിന് പരാതി അല്ലാതെ ഒരു മനുഷ്യൻ റിട്ടയർഡ് ആയിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ പോയി ഇന്ന് ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിനെതിരെ അന്വേഷണമല്ലേ, അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകാലോ, അല്ലെ പബ്ലിക്കായിട്ട് ഒരു മനുഷ്യനെ ആക്ഷേപിക്കുകയാണോ ചെയ്തത്? അതും പങ്കെടുക്കാതെ ക്ഷണിക്കാത്ത പരിപാടിയിൽ പോയി നിന്നുകൊണ്ട് ഒരു മനുഷ്യനെ എല്ലാവരുടെ മുമ്പിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വർഷത്തെ ഔദ്യോഗിക ജീവിതം താൻ അവസാന നിമിഷം അവസാനിപ്പിക്കുന്ന ആ ഒരു സന്ദർഭം ഒരു പക്ഷേ വേദനയും അപ്പൊ ഈ അഭിമാനമൊക്കെ തോന്നുന്ന ആ നിമിഷത്തിൽ ഒരാൾ വന്നിരുന്നുകൊണ്ട് പറയാം നിങ്ങൾ ഇത് അഴിമതിക്കാരനാണ്, കൈക്കൂലി വാങ്ങിയവനാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ ഇത്രയും സഹപ്രവർത്തകരുടെ ഇടയിൽ വെച്ച് നടത്തുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ മാനസികാവസ്ഥ. ഒരു പക്ഷേ കൈക്കൂലി വാങ്ങാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മുറിവ്, അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ആത്മഹത്യ അല്ലാണ്ട് മറ്റൊരു മാർഗമില്ല.
ഈ പറയുന്നത് പോലെ കൈക്കൂലി വാങ്ങിയോ എന്നുള്ളതിന് തെളിവുകളുണ്ടോ? ഇദ്ദേഹം പറയുന്നു മറ്റേ CCTV ഫുട്ടേജ് പുറകെ പോയതിൻ്റെയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ എന്താണ് തെളിവ്? ഇനി ഇവർക്ക് ഇപ്പോഴത്തെ ഇത്രയും നടത്താവുന്ന PP ദിവ്യയെ പോലെ ചങ്കൂറ്റം ഇരട്ടച്ചക്കൻ്റെ പ്രധാന ഒരു ഇത് നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വിജിലൻസ് അന്വേഷണം ഇത്രയും പോരാടുന്നുണ്ടല്ലോ, ഒരു വിജിലൻസ് അന്വേഷണം കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ. വിജിലൻസിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ കൈയോടെ പൊക്കത്തില്ല. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഈ പറയുന്നതാണ് അതിനകത്ത് ഒപ്പിട്ട് കൊടുക്കാതെ, പെട്രോൾ പമ്പിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുക്കാതെ ഇരുന്ന ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു യഥാർത്ഥ ഒരു ഉദ്യോഗസ്ഥന് നേരെ ആരോപണം ഉയർത്തി അദ്ദേഹത്തിൻ്റെ ജീവിതവും തുലച്ചിട്ട് പിന്നെയും കിടന്നങ്ങ് അർമാദിക്കുക, അഹങ്കരിക്കുകയാണ്. അപ്പോൾ ഇനി ജനം അത് വിട്ടുകൊടുക്കുക. ഏത് കാലത്തായാലും PP ദിവ്യയ്ക്ക് ഒരുപക്ഷെ കിട്ടിയ ഒരു വലിയ അടി തന്നെയാണ്. നേരത്തെ പാട്ടും കൂത്തും മേളവും ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നുമില്ല, ഒന്നും കാണാനില്ല. അപ്പം ഇത് തന്നെയാണ് പ്രധാനം. ഇത് പോസ്റ്റ് ഇടുക, ആൾക്കാരെ ഇത് വാങ്ങിച്ച് കൂട്ടിയെടുക്കുക, ഇത് തന്നെയാണ് പ്രധാനം. അപ്പോൾ ഈ 65 ലക്ഷമാണ് ഇപ്പം ഇനി കൊടുക്കാൻ കോടതി മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതെ, 65 ലക്ഷം രൂപ കൊടുക്കാനാണ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടുന്നതായിട്ടുള്ള കാര്യമുണ്ട്. കോടതി എന്തായാലും ആ രീതിയിൽ തന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇവർ ഹാജരാകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കേസ് മുന്നോട്ട് നീങ്ങി തന്നെ പോകും. അവർ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. കാരണം ആ പെൺകുട്ടികളെ അവരുടെ അച്ഛനാണ് നഷ്ടപ്പെട്ടത്, ഭർത്താവിനെയാണ് നഷ്ടപ്പെട്ടത്. ഈ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ജീവന് പകരം ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. അവരുടെ പ്രിയപ്പെട്ട വ്യക്തി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒരുപക്ഷെ PP ദിവ്യയ്ക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേസുമായിട്ട് അവർ സ്ട്രോങ് ആയിട്ട് തന്നെ ഇതുവരെ നമുക്കൊന്നും അദ്ദേഹത്തെ അടുത്തറിയില്ല. പക്ഷെ അന്ന് ആ വീഡിയോയിൽ അവിടെ PP ദിവ്യ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ വളരെ തല കുനിച്ചിരുന്ന് എല്ലാം തകർന്നിരിക്കുന്ന ആ ഒരു മനുഷ്യന്റെ മുഖം ഒരു മലയാളികളും മറക്കില്ല. അങ്ങനെയാണെങ്കിൽ അവരെ ഇത്ര അടുത്തറിയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ തങ്ങളുടെ അച്ഛനെ ഇത്രയേറെ അറിയുന്ന ആ മക്കളുടെ ഒരു വേദന ഇപ്പോഴും ഒന്നും വേണ്ടല്ലോ. PP ദിവ്യയ്ക്ക് അങ്ങനെ PP ദിവ്യയുടെ ഭാഗത്ത് ശരി എന്നുണ്ടെങ്കിൽ അവിടെയല്ല PP ദിവ്യ കാണിക്കട്ടെ, അതിന് തൊട്ട് മുമ്പേ CM-ന്റെ ഓഫീസിൽ തന്നെ പരാതി കൊടുക്കാം അല്ലേ? ഈ പറയുന്നത് പോലെ വിജിലൻസിനോ അവർക്ക് അധികാരമുണ്ടല്ലോ, അവരുടെ അധികാരത്തില്ല, അധികാര പരിധിയിലല്ലേ ഇതെല്ലാം ഉള്ളത്. അപ്പൊ CM-ഓ അല്ലെങ്കിൽ വിജിലൻസോ പോലീസോ ഏത് നിയമപരമായിട്ട് എന്തും നേരിടാം. ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹം ആരോപണ വിധേയന അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അഴിമതി ഉണ്ട് എന്ന് കണ്ടെത്തി ഇദ്ദേഹത്തിന് തൂക്കിക്കൂടെ? ഇവരുടെ സൈഡിലെ പോലീസ്. പക്ഷെ പബ്ലിക്കായിട്ട് പോയി നിന്ന് ഒരു മനുഷ്യനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരാൾക്കും സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്കാണെങ്കിൽ നമ്മൾ പബ്ലിക്കായിട്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ ആക്ഷേപിച്ച് എങ്ങനെ ഇരിക്കും? നമുക്കത് താങ്ങാൻ ഒരുപക്ഷെ ചിലർക്ക് പറ്റില്ല. ചിലവർ ഒരുപക്ഷെ ഈ പറയുന്നത് തിരിച്ചു പറഞ്ഞ് പ്രതികരിക്കാൻ അറിയാൻ വയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ഒന്നാമത് അദ്ദേഹത്തിന് നീണ്ട ഔദ്യോഗിക ജീവിതം റിട്ടയർമെന്റ് ദിവസമാണ് സംഭവിച്ചത്. പിരിയുന്ന ദിവസം തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു ഇത് നേരിടേണ്ടി വന്നത്. അത് ഒരുപക്ഷെ താങ്ങാവുന്നതിനും അധികമായിരുന്നു. ഏതായാലും PP ദിവ്യ ഇങ്ങനെ ഇട്ട പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ വായിച്ച് ചിരിക്കാനേ സമയമുള്ളൂ എന്നുള്ളതാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഈ പറയുന്ന സംഗതി ഇടുമ്പം ഒരുപക്ഷെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇടുന്നത്. പത്തനംതിട്ട കോടതിയിലാണ് ഹർജി ഇപ്പോൾ നൽകിയിരിക്കുന്ന കുടുംബം 65 ലക്ഷം രൂപ. അപ്പോൾ പലരും പറയുന്ന 65 ലക്ഷം രൂപയല്ല വേണ്ടുന്നത്, നല്ല ഒരു എമൗണ്ട് തന്നെ ചോദിക്കണം എന്നുള്ള രീതിയിൽ. കാരണം ഒരു കുടുംബത്തെ മൊത്തത്തിൽ തകർത്തയല്ലേ. അപ്പം ഇനി ആ കുട്ടികൾക്കൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾക്കും എല്ലാം ഒരുപക്ഷെ മാനനഷ്ടം വീണ്ടും ആ കുടുംബത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ഒരുപക്ഷെ നവീൻ ബാബു ഇതോടെ നമുക്കൊന്നും അധികം അറിയാൻ വയ്യാത്തൊരു വ്യക്തി ഒരുപക്ഷെ എന്നും ഒരു നീർന്ന ഓർമ്മയായിട്ട് നവീൻ ബാബു മലയാളികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ PP ദിവ്യയെ നമുക്ക് കാണുന്ന ഒരു നെഗറ്റീവായിട്ടായിരിക്കും എപ്പോഴും അല്ലേ? ഒരു കാലത്തും ഇനി എവിടെ നിന്നാലും ജയിക്കില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ PP ദിവ്യയുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും കൊണ്ടുവന്ന് തീർക്കുന്നത്. കാരണം പ്രസിഡന്റ് സ്ഥാനം പോയി ഇപ്പം വേലയും കൂലി ഇല്ലാണ്ടൊക്കെ വീട്ടിൽ കുത്തിയിരിക്കില്ല, അതിൻ്റെ ഫ്രസ്ട്രേഷൻ CPM അധികം അടിപ്പിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടുവന്ന് പോസ്റ്റിനകത്ത് തീർക്കുകയാണ്. പക്ഷെ ഒന്ന് ചിന്തിക്കുക, ഈ പറയുന്നത് പോലെ ഇനി ഒരു കാലത്തും PP ദിവ്യയെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു ബോധം വരുത്തി വെറുതെ ഈ തെറികൾ വാങ്ങിച്ച് കിട്ടാതെ അടങ്ങിയിരുന്ന് ഇനിയെങ്കിലും ആ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഇനിയെങ്കിലും ചെയ്ത തെറ്റുകൾ ഉള്ളിലെങ്കിലും മറ്റുള്ളവരോട് പറയണ്ട, ഉള്ളിലെങ്കിലും പറഞ്ഞ് ബാക്കിയുള്ള ശിഷ്ട ജീവിതം നയിക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും ഇനിയൊരു കരിയർ PP ദിവ്യയ്ക്ക് ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. കാരണം ഉണ്ടായാൽ തന്നെ ജനം അത് ഏറ്റെടുക്കത്തില്ല. ഒരു
പൊളിറ്റിക്കൽ ലൈഫ്, ഒരു രാഷ്ട്രീയക്കാരുടെ പൊളിറ്റിക്കൽ ലൈഫ് എന്ന് ജനമില്ലെങ്കിൽ അവിടെ ഒരു പൊളിറ്റിക്കൽ ലൈഫ് ഉണ്ടാവത്തില്ല, ഒരു രാഷ്ട്രീയം ഉണ്ടാവത്തില്ല. ജനം അംഗീകരിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ ഉടലെടുക്കുന്നത്. അപ്പോൾ ജനം അംഗീകരിക്കാത്തിടത്തോളം കാലം ഒരു നേതാവും ഉണ്ടാവില്ല അവിടെ. അപ്പം PP ദിവ്യ ഇനിയൊരു ഒരു പക്ഷേ കുറച്ച് അന്തം കമ്മികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് അംഗീകരിക്കുമായിരിക്കും. അല്ലാതെ ഈ ബോധമുള്ള മലയാളികൾ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉള്ളിൽ മനസാക്ഷിയുള്ള മലയാളികൾ PP ദിവ്യ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയിപ്പോൾ കേസ് മുൻപോട്ട് പോവുകയാണ്, കോടതി വിധി, സത്യസന്ധമായിട്ടുള്ള കോടതി വിധി വരട്ടെ എന്ന് നമുക്കും ആശിക്കാം.